നമ്മുടെ നാട്ടിൽ ഒരു മുഹമ്മദി എന്ന് പറഞ്ഞ ഒരു കള്ളപ്രവാചകൻ ഇറങ്ങിയിട്ടുണ്ട്. വഴിയരികിൽ ഒരു പ്രായമായ വൃദ്ധ കഷ്ടപ്പെട്ട് വിറക് തലയിൽ വെക്കാൻ നോക്കുകയാണ്. പക്ഷെ ഭാരം താങ്ങാൻ വയ്യാതെ ആ വൃദ്ധ ബുദ്ധിമുട്ടുന്നു. ആ വഴിയിലൂടെ വന്ന ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് അവരുടെ അരികിലേക്ക് ഓടിയെത്തി സ്നേഹത്തോടെ ചോദിക്കുകയാണ്, ഞാനത് പൊന്തിച്ചു തരണോ? അങ്ങനെ ആ ചെറുപ്പക്കാരൻ അത് പൊക്കി അവർ അത് അവരുടെ തലയിലേക്ക് വെക്കാൻ നോക്കിയപ്പോൾ അവൻ പെട്ടെന്ന് അത് പിന്തിരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യോ അത് വേണ്ട, ഞാൻ ആ ഭാരം എന്റെ തലയിൽ വെച്ചുകൊള്ളാം. അപ്പോൾ ആ വൃദ്ധ സ്നേഹത്തോടെ തടസ്സം പറഞ്ഞു, അയ്യോ മോനെ അത് വേണ്ടടാ. എന്നാൽ അതൊന്നും കേൾക്കാൻ തയ്യാറാവാതെ ആ സ്നേഹനിധിയായ ചെറുപ്പക്കാരൻ ആ ഭാരം സ്വന്തം തലയിൽ കയറ്റി വെച്ചു. അവരുടെ കൂടെ അവരുടെ വീട് വരെ നടന്ന് ആ വലിയ ഭാരം അവരുടെ വീട്ടിൽ സുരക്ഷിതമായി ഇറക്കി വെക്കുകയും ചെയ്തു. തനിക്ക് ഇത്രയും വലിയൊരു സഹായം ചെയ്തു തന്ന ആ പ്രിയപ്പെട്ട കുട്ടിയോട് തിരികെ യാത്രാമധ്യേ നന്ദിയും സ്നേഹവും ഒക്കെ പറഞ്ഞുകൊണ്ട് അവർ പറയുകയാണ്, മോനെ നീ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ ഏതോ ഒരു മുഹമ്മദി എന്ന് പറഞ്ഞ ഒരു കള്ളപ്രവാചകൻ ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ മുന്നിലൊന്നും പോയി പെട്ടുപോകരുത്, സൂക്ഷിക്കണം കേട്ടോ. താൻ എവിടെ നിന്നോ കേട്ടുവെച്ച ആ അറിവ് വെച്ച് ആ കുട്ടിക്ക് ഒരു ദോഷവും വരാതിരിക്കാൻ ആ വൃദ്ധ കരുതലോടെ സ്നേഹത്തോടെ ഉപദേശിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തീർന്ന ആ ഒരൊറ്റ നിമിഷം ആ ചെറുപ്പക്കാരൻ ഒട്ടും ദേഷ്യപ്പെടാതെ വളരെ ശാന്തമായ ഒരു ചെറു പുഞ്ചിരിയോടെ അവരുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, അമ്മേ, ഞാനാണ് ആ മുഹമ്മദ്. തനിക്ക് ഇത്രയും നേരം സ്വന്തം മകനെ പോലെ കൂടെ നടന്ന് ഇത്രയും വലിയൊരു സഹായം ചെയ്തു തന്ന ആ നല്ല കുട്ടി തന്നെയാണ് താൻ മറ്റുള്ളവരിൽ നിന്നും കേട്ട് തെറ്റിദ്ധരിച്ച ആ പ്രവാചകൻ എന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷം അവരുടെ മുഖത്തുണ്ടായ ആ ഞെട്ടലും സ്തബ്ധതയും ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലും അങ്ങനെയല്ലേ? കേട്ടുകേൾവിയുടെ പുറത്ത് പലരെ കുറിച്ച് നമ്മൾ തെറ്റായ ധാരണകൾ വെച്ചു പുലർത്താറുണ്ട്. എന്നാൽ സ്നേഹവും കാരുണ്യവും കൊണ്ട് ഏവരെയും ചേർത്ത് പിടിച്ച ആ മഹാനായ പ്രവാചകന്റെ ഉദാത്തമായ മാതൃക നമ്മളും ജീവിതത്തിൽ പകർത്തുക. ഈ മനോഹരമായ ഓർമ്മപ്പെടുത്തലിനോടൊപ്പം ഏവർക്കും ഹൃദയം നിറഞ്ഞ നബിദിന ആശംസകൾ നേരുന്നു. ഈ വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കാൻ മറക്കല്ലേ.